ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന മുരിങ്ങക്കായ കൊണ്ടൊരു ചമ്മന്തിയാണ്. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ മുരിങ്ങക്കായ കൊണ്ട് ചമ്മന്തി? എന്നാൽ ഞാൻ ഉണ്ടാക്കി നോക്കി, അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ഞാനൊരു മുരിങ്ങക്ക കഴുകി വൃത്തിയാക്കി എടുത്തു. നമ്മുടെ വീടുകളിലെല്ലാം സുലഭമായിട്ട് കിട്ടുന്ന ഒരു വെജിറ്റബിളാണ് മുരിങ്ങക്കായ അല്ലേ. ഒരു മുരിങ്ങമരം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ ഇലയും അതുപോലെ തന്നെ പൂവും കായും എല്ലാം നമ്മൾക്ക് കറിയായിട്ടും ഒക്കെ വെച്ച് നമുക്ക് ഉപയോഗിക്കാം. അതിനകത്തൊക്കെ ഒത്തിരി വൈറ്റമിൻസ് ഒത്തിരി അടങ്ങിയിട്ടുണ്ട്. നമ്മളുടെ പ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻറ്റും ഒക്കെ ധാരാളം അടങ്ങിയ ഒരു വെജിറ്റബിളാണ് മുരിങ്ങക്കായ. ഞാനിങ്ങനെ മുരിങ്ങക്കായ ഇങ്ങനെ പൊളന്നെടുക്കുകയാണ്. ഇങ്ങനെ എല്ലാം ഇങ്ങനെ പൊളന്നെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് അതിൻ്റെ ഉള്ളിലുള്ള ആ കാമ്പ് വശമുണ്ടല്ലോ, ആ കാമ്പ് മുരിങ്ങയ്ക്ക കൊണ്ട് നമുക്ക് പലതരത്തിൽ കറി ഉണ്ടാക്കാം. എന്നാലും ഏറ്റവും എളുപ്പമുള്ളതും അതുപോലെ തന്നെ അതിൻ്റെ വൈറ്റമിൻ ഒന്നും നഷ്ടപ്പെടാതെയും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഈ മുരിങ്ങക്കായ കൊണ്ടുള്ള ചമ്മന്തി. അതിനായിട്ട് അതിൻ്റെ ഉള്ളിലെ കാമ്പ് നമ്മൾക്ക് ഇങ്ങനെ ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ വടിച്ച് ഇങ്ങനെ കുത്തിയിട്ട് വടിച്ചിങ്ങനെ എടുക്കാം. ഉണ്ടോ, എളുപ്പമാണ്. നമ്മളുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുവാനായിട്ട് വൈറ്റമിൻ സിയും അതുപോലെ ആൻറ്റി ഓക്സിഡൻ്റൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുവാനായിട്ട് വളരെ നല്ലതാണ് മുരിങ്ങക്കായ. അതുപോലെ തന്നെ നമ്മുടെ ശ്വാസകോശത്തെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഒത്തിരി നല്ലതാണ്. നമ്മുടെ തൊടിയിലുള്ള ഒരു വെജിറ്റബിൾ ആണല്ലോ മുരിങ്ങക്കായ. അപ്പോൾ ആ മുരിങ്ങക്കായും മുരിങ്ങയുടെ ഇലയും അതുപോലെ പൂവും ഒക്കെ ഒത്തിരി നല്ലതാണ് നമ്മളുടെ ശരീരത്തിന്. അതിനകത്ത് വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻറ്റും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി കൂട്ടുവാൻ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ശ്വാസകോശത്തെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വളരെ നല്ലതാണ്. നന്നായിട്ട് ചുമയും കഫക്കെട്ടും ഒക്കെ ഉള്ളപ്പോഴും നമ്മൾക്ക് ഇതുപോലെ മുരിങ്ങയിലയും മുരിങ്ങയുടെ പൂവും മുരിങ്ങയുടെ കായും ഒക്കെ ഇങ്ങനെ കറി വെച്ച് കൂട്ടുകയാണെങ്കിൽ നമ്മളുടെ ശരീരത്തിന് ഒത്തിരി നല്ലതാണത്. അതുപോലെ വൃക്കയുടെ ആരോഗ്യം സുഗമമാക്കുന്നു. നമ്മളിങ്ങനെ മുരിങ്ങക്കായ തുടർച്ചയായിട്ട് മുരിങ്ങക്കായും മുരിങ്ങയിലയും വിഭവങ്ങൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമ്മളുടെ വൃക്കയ്ക്കും വളരെ നല്ലതാണ്. അതുപോലെ കരളിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്ക് ഇത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ധാരാളം നാരുകളടങ്ങിയ ഒരു വെജിറ്റബിളാണ് ഈ മുരിങ്ങക്കായ. അപ്പം നമ്മൾക്ക് മുരിങ്ങക്കായ കിട്ടുവാനായിട്ട് നമുക്ക് ദൂരെയൊന്നും പോകണ്ട. നമ്മളുടെ വലിയൊരു കമ്പ് കൊണ്ടൊന്നും കുഴിച്ച് വെച്ചാൽ അല്ലെങ്കിൽ ഒരു തൈയിട്ടാൽ നമ്മളുടെ വീടുകളിൽ തന്നെ ഇത് വളരെ നമ്മളുടെ കാലാവസ്ഥയിൽ വളർന്ന് വലുതായി പന്തലിച്ച് നമ്മൾക്ക് കിട്ടുന്ന ഒരു മരമാണ് മുരിങ്ങ മരം. അതിൽ നിന്നും അതിൻ്റെ എല്ലാ ഇലയും പൂവും കായും എല്ലാം നമ്മൾക്ക് വളരെ ഉപകാരപ്രദമാണ്. അതുപോലെ മുരിങ്ങയുടെ തൊലി വരെ നമുക്ക് വളരെ ഉപയോഗപ്രദമായിട്ട് കാലിയൊക്കെ കടിച്ചാൽ അതിൻ്റെ മുരിങ്ങയുടെ തൊണ്ടിൻ്റെ ചാറ് നമ്മുടെ ഉള്ളിൽ ചെന്നാൽ മതി, എട്ടുകാലി വിഷമൊക്കെ മാറും എന്നാണ് പറയപ്പെടുന്നത്. അപ്പം മുരിങ്ങ മരം ഉണ്ടെങ്കിൽ നമ്മൾക്ക് എല്ലാത്തിനും വളരെ നല്ലതാണ്. അതുപോലെ സൗന്ദര്യ സംരക്ഷണ വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്നതിൽ ഈ മുരിങ്ങയുടെ പ്രധാന ചേരുവയാണ് ഈ മുരിങ്ങയുടെ വേരും അതുപോലെ തണ്ടും പൂവും കായും എല്ലാം. അപ്പം അങ്ങനെ ഞാനതെല്ലാം അതിൻ്റെ കാമ്പ് മുഴുവൻ ഇങ്ങനെ ഒരു സ്പൂൺ കൊണ്ട് വടിച്ചിങ്ങെടുത്തു. അത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ അതിൻ്റെ പുളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് പുളിയുള്ള മാങ്ങയായിരിക്കണം. എന്നിട്ട് നമുക്കത് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് ആ മുരിങ്ങയുടെ കാമ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടി നമുക്ക് ആ മുരിങ്ങക്കായുടെ കാമ്പിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അരിഞ്ഞ് ചേർക്കാം. അങ്ങനെ മാങ്ങയെല്ലാം ഞാൻ അരിഞ്ഞ് അതിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് തന്നെ സാധാരണ ചമ്മന്തി അരയ്ക്കുമ്പോൾ തന്നെ മുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തു.
ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം, അല്ലെങ്കിൽ പച്ചമുളക് ഉണ്ടെങ്കിൽ അതിടുക. അതിനുശേഷം ഞാൻ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 5-8 ചെറിയ ഉള്ളി എടുത്തു. അത് ഞാൻ അതും ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞ് അതിനോടൊപ്പം ഇട്ട് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കറിയാമല്ലോ, അതൊന്നും നമ്മൾക്ക് ശരിക്കും അരിഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്കതെല്ലാം അരിഞ്ഞ് അതിനോടൊപ്പം ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി നമുക്ക് വളരെ നല്ലതാണല്ലോ. ഇത് വളരെ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണല്ലോ. ചുവന്നുള്ളി, ചെറിയ ഉള്ളി നമ്മൾക്ക് ഒത്തിരി നല്ലതാണ്. അതിനകത്ത് ഒത്തിരി ഇത് പറഞ്ഞതുപോലെ തന്നെ ഒത്തിരി ആൻറ്റി ഓക്സിഡൻറ്റും അതുപോലെ നാരുകളും ഒക്കെ ഒത്തിരി അടങ്ങിയിട്ടുള്ള സവോളയെക്കാട്ടി നമ്മൾക്ക് ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് ചെറിയ ഉള്ളിയാണ്. അത് പൊളിച്ചെടുക്കുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ, പക്ഷേ എല്ലാത്തിനും വളരെ നല്ലതുമാണ്. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ചുമയൊക്കെ വരുമ്പോൾ ചുമന്നുള്ളി ചതച്ച് കൽക്കണ്ടം കൂടി കൂട്ടി നമുക്ക് ചവച്ചത് അതിൻ്റെ നീരിറക്കുവാണെങ്കിൽ, കൽക്കണ്ടം വേണമെന്നില്ല, എന്നാലും അതിൻ്റെ ഒരു ചുമ മാറാൻ വേണ്ടിയിട്ട് അതിൻ്റെ നീര് ചെല്ലുവാണെങ്കിൽ നമ്മളുടെ ചുമ പെട്ടെന്ന് നിലയ്ക്കും. അതിനോടൊപ്പം തന്നെ ഞാൻ 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടു. പുളിയുള്ള മാങ്ങയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഊരി അതിനുള്ളിലേക്ക് ഇട്ടു. ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ടു. പിന്നെ വേണ്ടത് കുറച്ച് തേങ്ങയും കൂടി ഇട്ടാൽ ഒന്നും കൂടി നല്ല ടേസ്റ്റാകും. അതിനായിട്ട് ഞാനൊരു അരമുറി തേങ്ങ, ചെറിയ തേങ്ങയുടെ ഒരു അരമുറി തേങ്ങയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കത് അടച്ച് നന്നായിട്ട് ഒന്ന് അരച്ചുകൊണ്ട് വരാം. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് അരച്ചെടുക്കാം. ആ മാങ്ങയിലുള്ള വെള്ളം കൊണ്ട് തന്നെ നമുക്ക്, അത് മാങ്ങയിലും ഉള്ളിലൊക്കെ വെള്ളമുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് നമ്മുടെ ചമ്മന്തി നമ്മൾക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നമ്മൾക്ക് ആ മുരിങ്ങക്കായുടെ ചവർപ്പൊന്നും നമുക്ക് തോന്നത്തേയില്ല. എന്നാൽ വളരെ ഹെൽത്തിയാണ്. നമ്മുടെ ശരീരത്തിലേക്ക് വളരെ വൈറ്റമിൻസ് കയറും. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.